ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വസ്റ്റ് പി എസ് സി ഹസിൽ പി വൈ ക്യൂയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സാം ഡേറ്റ് 7th November 2025 നടന്നതാണ്. നമുക്കിതിനകത്ത് ആദ്യത്തെ ഒരു 15 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം എല്ലാ ലെവൽ എക്സാംസ് എഴുതുന്നവർക്കും പി എസ് സിയുടെ എല്ലാ ലെവൽ എക്സാംസ് എഴുതുന്നവർക്കും വളരെ ഹെൽപ്ഫുള്ളായ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ 1. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു പുന്നപ്ര വയലാർ സ്ട്രഗിൾ? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി, ഓൾ ഓഫ് ദി എബവ്. എല്ലാം ശരിയാണ്. എന്തൊക്കെയാണ്? ദ സ്ട്രഗിൾ വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു പുന്നപ്ര വയലാർ സമരം നടന്നത്. പിന്നെ സ്ലോഗൻ എന്തായിരുന്നു? അമേരിക്കൻ ഭരണം അറബിക്കടലിൽ, അല്ലേ? അമേരിക്കൻ മോഡൽ ഇൻ ടു ദി അറേബ്യൻ സീ. ആരുടെ പോളിസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു? ദ സ്ട്രഗിൾ വാസ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ദിവാൻ CP രാമസ്വാമി അയ്യർ. പിന്നെ എന്തൊക്കെ ആയുധങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്? ബാംബൂ സ്റ്റിക്സ്, സ്പിയേഴ്സ്, സ്റ്റോൺസ്, സിക്കിൾസ്. ഈ ആയുധങ്ങളെല്ലാം എക്സെട്ര ആർ ദ വെപ്പൺസ് യൂസ്ഡ് ബൈ ദ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഇൻ ദിസ് സ്ട്രഗിൾ. ഫോഴ്സിനെതിരായിട്ട് ഏതൊക്കെയാണ്? ബാംബൂ സ്റ്റിക്സ്, സ്പിയേഴ്സ്, സ്റ്റോൺസ്, സിക്കിൾസ് എക്സെട്ര വേർ ദ വെപ്പൺസ് യൂസ്ഡ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു കുറിച്യ റിവോൾട്ട് ഓഫ് 1812 ഇൻ വയനാട്? 1812 വയനാട്ടിൽ നടന്ന കുറിച്യ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി 2, 3 and 4 ആണ് ശരി. ദ അൺസയൻറ്റിഫിക് റവന്യൂ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തോമസ് വാർഡൻ ഇൻ വയനാട് വാസ് വൺ ഓഫ് ദ റീസൺ ഫോർ ദ റിവോൾട്ട്, അല്ലേ? തോമസ് വാർഡൻ്റെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള നികുതി നിയമങ്ങൾ വയനാട്ടിൽ ഏർപ്പെടുത്തിയിരുന്ന നികുതി നിയമങ്ങൾ ഒരു കാരണമായിരുന്നു. ദ റിവോൾട്ട് വാസ് ഓർഗനൈസ്ഡ് ബൈ ട്രൈബൽ പീപ്പിൾ. ആരാണ് റിവോൾട്ട് ഓർഗനൈസ് ചെയ്തത്? വയനാട്ടിലെ ട്രൈബൽ പീപ്പിളാണ് റിവോൾട്ട് ഓർഗനൈസ് ചെയ്തത്. മെയിൻ ലീഡർ ഓഫ് ദ റിവോൾട്ട് വാസ് രാമൻ നമ്പി. ആരായിരുന്നു നേതൃത്വം നൽകിയത്? രാമൻ നമ്പി ആയിരുന്നു നേതൃത്വം നൽകിയത്. എന്തിനെതിരെയായിരുന്നു? പുതിയ റവന്യൂ റിഫോംസിനെതിരെ തോമസ് വാർഡൻ എതിരെയായിട്ടാണ് കുറിച്യ കലാപം നടന്നത്. മൂന്നാമത്തെ ചോദ്യം. പട്ടിണിജാതയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസറോ? ഓപ്ഷൻ സി ആണ് ആൻസറോ. 1 and 3. AK ഗോപാലൻ ആൻഡ് KPR ഗോപാൽ ആർ ദ ലീഡേഴ്സ് ഓഫ് ദി മാർച്ച്. ആരൊക്കെയായിരുന്നു നേതാക്കൾ? AK ഗോപാലനും KPR ഗോപാലനുമായിരുന്നു നേതാക്കൾ. ദ മാർച്ച് സ്റ്റാർട്ടഡ് ഫ്രം എവിടം തൊട്ട് എവിടെ വരെയായിരുന്നു മാർച്ച്? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ദ മാർച്ച് സ്റ്റാർട്ടഡ് ഫ്രം കണ്ണൂർ ടു മദ്രാസ്. നാലാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഓഫ് 1936? 1936 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി 1, 2 and 3. ഏതൊക്കെയാന്ന് നോക്കാം. ദിസ് പ്രൊക്ലമേഷൻ ഇഷ്യൂഡ് ബൈ മഹാരാജ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്? മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. It removed the restrictions of the lower caste Hindus to enter and worship at government controlled temples. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ടെമ്പിൾസിൽ ലോവർ കാസ്റ്റിൽപ്പെട്ട ഹിന്ദുസിന് പ്രവേശിക്കാം. അതിനുള്ള റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്യുന്നതായിരുന്നു ഈ പ്രൊക്ലമേഷൻ. ഗാന്ധിജി ഈ പ്രൊക്ലമേഷൻ എന്താണെന്നാണ് പറഞ്ഞത്? ദ ഗ്രേറ്റ് വണ്ടർ ഓഫ് മോഡേൺ ടൈംസ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞത്. ഏത് വർഷമായിരുന്നു? 1936. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിലേറ്റഡ് വിത്ത് വാഗ്ഭടാനന്ദ? വാഗ്ഭടാനന്ദയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 2, 3 and 4 ആണ് ശരി. എന്തൊക്കെയാണ്? തത്വപ്രകാശിക ആശ്രമം എ സംസ്കൃത് എഡ്യൂക്കേഷണൽ സെൻറ്റർ സ്റ്റാർട്ടഡ് ബൈ ഹിം. തത്വപ്രകാശിക ആശ്രമം ഒരു സംസ്കൃത വിദ്യാലയം, അല്ലേ? വാഗ്ഭടാനന്ദ ആരംഭിച്ച ഒരു സംസ്കൃത വിദ്യാലയമായിരുന്നു തത്വപ്രകാശിക തത്വപ്രകാശിക ആശ്രമം. പിന്നെ ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാസംഘത്തിൻ്റെ ഫൗണ്ടറായിരുന്നു. ഹിസ് ഒറിജിനൽ നെയിം വാസ് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. യഥാർത്ഥ പേരെന്തായിരുന്നു? കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. ഇനി ഇതിനകത്ത് ഓപ്ഷൻ 1 കിടക്കുന്ന ഫൗണ്ടർ ഓഫ് തത്വബോധിനി സഭ. തത്വബോധിനി സഭയുടെ ഫൗണ്ടർ ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോറാണ് തത്വബോധിനി സഭയുടെ ഫൗണ്ടർ. 1839 കൽക്കട്ടയിൽ ദേവേന്ദ്രനാഥ് സ്ഥാപിച്ചതാണ് തത്വബോധിനി സഭ. വാഗ്ഭടാനന്ദൻ്റെ ഏതാണ്? തത്വപ്രകാശിക ആശ്രമമാണ് വാഗ്ഭടാനന്ദൻ്റെ. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസ് ഇസ് റിലേറ്റഡ് ടു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇൻ കേരള? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏത് പ്രസ്താവനയാണ് ശരി എന്നുള്ളതാണ്. ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ ബി, കീഴരിയൂർ ബോംബ് കേസ് അല്ലേ. കീഴരിയൂർ ബോംബ് കേസാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ബാക്കി കിടക്കുന്ന ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. സെൻട്രൽ അസംബ്ലി ബോംബ് കേസ് ആരുമായിട്ട് ബന്ധപ്പെട്ടയാണ്? ഭഗത് സിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും സെൻട്രൽ അസംബ്ലി ഹാളിൽ ബോംബെറിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് സെൻട്രൽ അസംബ്ലി ബോംബ് കേസ്. പിന്നെ ചിറ്റഗോങ് ആർമി റെയ്ഡ് എപ്പോഴായിരുന്നു? 1929 സൂര്യാസെന്നിൻ്റെ നേതൃത്വത്തിൽ നടന്നതായിരുന്നു ചിറ്റഗോങ് ആർമി റെയ്ഡ് അല്ലേ. അടുത്തത് അലിപ്പൂർ കോൺസ്പിറൻസി കേസ്. അലിപ്പൂർ കോൺസ്പിറൻസി കേസ് എന്തായിരുന്നു? 1908 അരബിന്ദോ ഘോഷും ബരീന്ദ്ര ഘോഷും ഖുദിറാം ബോസും കൂടെ ചേർന്നിട്ട് മുസാഫർപൂർ ജില്ലയിലെ മജിസ്ട്രേറ്റിനെ വധിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന കേസാണ് ആലിപ്പൂർ കോൺസ്പിറൻസി കേസ്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇങ്ങനെ കണക്റ്റഡ് ഫാക്ട്സ് പറയണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു വക്കം അബ്ദുൽ ഖാദർ മൗലവി? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 and 4. ഇതൊക്കെയാണ്. ദ ഫൗണ്ടർ ഓഫ് ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം മഹാജനസഭയുടെ ഫൗണ്ടറാണ്. പിന്നെ ദ ഫൗണ്ടർ ഓഫ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ, സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിൻ്റെ സ്ഥാപകനാണ്. പിന്നെ അറബിക് മലയാളം അദ്ദേഹം പ്രസിദ്ധീകരിച്ച അറബിക് മലയാളം മാഗസീനാണ് അൽ ഇസ്ലാം എന്ന് പറയുന്നത്. അൽ ഇസ്ലാം വാസ് ദ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി ഇതിനകത്ത് കിടക്കുന്ന ഓപ്ഷൻ 2, ദ ഫൗണ്ടർ ഓഫ് അലിഗഡ് മൂവ്മെൻറ്റ് ആരായിരുന്നു? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദി ഫോളോയിങ് ബുക്ക് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ശ്രീനാരായണ ഗുരു. ഏതാണ് ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധമില്ലാത്ത ബുക്ക്? ഓപ്ഷൻ എ, വേദാധികാര നിരൂപണമാണ് അല്ലേ. വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാക്കി ദർശനമാല, ദൈവദശകം, നവമഞ്ജരി, ഇത് മൂന്നും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു ഹെർമൻ ഗുണ്ടർട്ട്? ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 1, 2 and 3 കറക്റ്റാണ്. ആരാണ്? ഹി കമ്പൈൽഡ് ദ ഫസ്റ്റ് മലയാളം ടു ഇംഗ്ലീഷ് ഡിക്ഷണറി. മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ഫസ്റ്റ് കമ്പൈൽ ചെയ്തത് അദ്ദേഹമാണ്. ഹി സ്റ്റാർട്ടഡ് ന്യൂസ് പേപ്പർ രാജ്യസമാചാരം ആൻഡ് പശ്ചിമോദയം. രാജ്യസമാചാരവും പശ്ചിമോദയവും ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്തത് ഹെർമൻ ഗുണ്ടർട്ടായിരുന്നു. ഏത് വർഷമായിരുന്നു? 1847 അല്ലേ. ഹി വാസ് എ മെമ്പർ ഓഫ് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ മെമ്പറായിരുന്നു. ഇനി അടുത്ത ഓപ്ഷൻ എന്തുകൊണ്ടാണ് തെറ്റായത്? ഹി വാസ് ആൻ ഓഫീസർ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല, ഹി വാസ് ആൻ ഓഫീസർ ഓഫ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു വൈക്കം സത്യാഗ്രഹ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1, 3 and 4 ആണ് ശരി. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ടു ഗെറ്റ് ദ റൈറ്റ് ടു വാക്ക് ഓൺ ദി അപ്രോച്ച് റോഡ്സ് ഓഫ് വൈക്കം ടെമ്പിൾ ഫോർ ദ അൺടച്ചബിൾ ക്ലാസ് പീപ്പിൾ. അൺടച്ചബിൾ ക്ലാസ് പീപ്പിളിന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെ, അപ്രോച്ച് റോഡ്സിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹം. പിന്നെ ദ ഹൈലൈറ്റ് ഓഫ് ദ സത്യാഗ്രഹ വാസ് സവർണ ജാഥ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയിരുന്നു. സത്യാഗ്രഹ എൻഡഡ് ഇൻ സക്സസ് ഡ്യൂ ടു ദ ഇൻ്റർവെൻഷൻ ആൻഡ് മീഡിയേഷൻ ഓഫ് മഹാത്മാഗാന്ധി. ആരുടെ ഇടപെടൽ കാരണമാണ് സത്യാഗ്രഹ എൻഡ് ചെയ്തത്? മഹാത്മാഗാന്ധിയുടെ ഇടപെടൽ മൂലമാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് തെറ്റിയത്? വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ദി സത്യാഗ്രഹ വാസ് AK ഗോപാലൻ. ആ തെറ്റാണ്. AK ഗോപാലൻ ഏത് സമരത്തിൻ്റെ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ തെറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മലയാളീസ് ഹൂസ് റിസീവ്ഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ മലയാളികൾ ആരൊക്കെയാണ്? ഓപ്ഷൻ ഡി മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. ഈ ക്വസ്റ്റ്യൻ ഇപ്പം അടുത്തായിട്ട് റിപ്പീറ്റ് അടിച്ച് 2-3 എക്സാംസിന് വന്നായിരുന്നു.
ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡുമായി ബന്ധപ്പെട്ട്. അപ്പം മോഹൻലാലിന് 2025-ലും അടൂർ ഗോപാലകൃഷ്ണന് 2004-ലുമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത്. ഓക്കെ, അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യത്തെ മലയാളി, മോഹൻലാൽ രണ്ടാമത്തെ മലയാളിയുമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നത്. പിന്നെ ഫസ്റ്റ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നാണ് കൊടുത്തു തുടങ്ങിയത്? 1969. ആർക്കാണ് കിട്ടിയത്? ദേവിക റാണിക്കാണ് കിട്ടിയത്. ഷീ വാസ് ദ ഫസ്റ്റ് വിമൻ ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഡെവലപ്പ് ദ എൻട്രോമിക്സ് വാക്സിൻ ഫോർ ക്യാൻസർ? ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള എൻട്രോമിക്സ് വാക്സിൻ ഡെവലപ്പ് ചെയ്ത ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ റഷ്യയാണ്, റഷ്യ. ഹൂ ഇസ് ദ ഓദർ ഓഫ് ദ ബുക്ക് ഹാർട്ട് ലാമ്പ്? ഹാർട്ട് ലാമ്പ് എന്ന പുസ്തകത്തിൻ്റെ ഓദർ ആരാണ്? ഓപ്ഷൻ സി ബാനു മുഷ്താഖ്. ആരാണ്? ബാനു മുഷ്താഖാണ് ഹാർട്ട് ലാമ്പ് എന്ന പുസ്തകത്തിൻ്റെ ഓദർ. അടുത്ത ക്വസ്റ്റ്യൻ. Who was the player of the series in Asia Cup 2020 Cricket 2025? ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് 2025-ലെ പ്ലെയർ ഓഫ് ദ സീരീസ് ആരാണ്? ഓപ്ഷൻ ബി അഭിഷേക് ശർമ്മ. അഭിഷേക് ശർമ്മയാണ് 2020 ക്രിക്കറ്റ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ പ്ലെയർ ഓഫ് ദ സീരീസ്. ആരാണ്? അഭിഷേക് ശർമ്മ. ഹൂ വാസ് ദ മിഷൻ കമാൻഡർ ഓഫ് ആക്സിയം 4 മിഷൻ? ആക്സിയം 4 മിഷൻ്റെ മിഷൻ കമാൻഡർ ആരായിരുന്നു? ഓപ്ഷൻ ഡി പെഗ്ഗി വിൽസൺ ആയിരുന്നു. പെഗ്ഗി വിൽസൺ ആയിരുന്നു ആക്സിയം 4 മിഷൻ്റെ മിഷൻ കമാൻഡർ. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓണായി കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.